ഇഷ്കുട്ട എന്താണ്? ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇഷ്കുട്ടൻ്റെ മുടി വെട്ടാൻ പോവുകയാണേ. ഒരു മാസത്തിന് ശേഷമാണ് അവൻ്റെ മുടി വെട്ടുന്നത്. പക്ഷേ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളായി, ഒരു 2-3 മാസമൊക്കെ ആയിന്ന് തോന്നുന്നു കേട്ടോ. അത്രയും മുടി അവൻ്റെ വളർന്നിങ്ങനെ നിൽക്കുകയാണ്. മുടി വളരുമ്പോൾ അവന് പെട്ടെന്ന് ജലദോഷവും പനിയൊക്കെ പിടിക്കും. അങ്ങനെ നമ്മൾ ഒരുപാട് ദിവസം ആശുപത്രിയിൽ പോകേണ്ടി വരും. ഇപ്പം അങ്ങനെ ഒരു റൗണ്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുടി വെട്ടാൻ പോയത്. കാര്യം നമ്മളോട് ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞു മുടി വെട്ടണം. കാര്യം ഇപ്പോൾ ഈ ചൂടൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് വിയർപ്പിറങ്ങും, കുഞ്ഞുങ്ങളുടെ തലയിൽ ഇങ്ങനെ വിയർപ്പ് നിന്നത് ഇറങ്ങി പെട്ടെന്ന് നീർക്കെട്ടൊക്കെ വരും. അതുകൊണ്ട് അവൻ്റെ മുടി വെട്ടിക്കളയാൻ പറഞ്ഞു കേട്ടോ. അവൻ്റെത് ഒരു തരം ചുരുണ്ട മുടിയാണ്. അപ്പോൾ ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ കാട് പോലെ നിൽക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇങ്ങനെ ബൗൺസ് ചെയ്യുന്ന ടൈപ്പ് നല്ല നീളൻ മുടിയൊക്കെ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷേ ഈശ്കുട്ടന് കിട്ടിയത് നല്ല ചുരുണ്ട മുടിയാണ്. അത് അവൻ്റെ പപ്പയുടെ ടൈപ്പ് മുടിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് എപ്പോഴും അവൻ്റെ മുടി കാണുമ്പോൾ. അയ്യോ, ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു മുടിയല്ലല്ലോ. ഞങ്ങൾക്കൊന്നും ആർക്കും ചുരുണ്ട മുടിയില്ല എൻ്റെ വീട്ടിൽ. എല്ലാവർക്കും നല്ല കോലൻ മുടിയാണ്. പക്ഷേ ഈശ്കുട്ടന് മാത്രം കിട്ടിയത് ഇതുപോലെ ചുരുണ്ട മുടിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. പിന്നെ കുഴപ്പമില്ല, അവന് ആ മുടി ഒരു ഭംഗിയാണെന്നാണ് എല്ലാവരും പറയാറ്. അപ്പോൾ അവൻ്റെ മുടി വെട്ടൽ ഒരു ടാസ്ക് തന്നെയാണ്. മാസം മാസം നമ്മൾ ബാർബറെ വിളിച്ച് വെട്ടണം. ഇല്ലെങ്കിൽ അവൻ എന്തെങ്കിലും പനിയും ജലദോഷമൊക്കെ പിടിക്കും. അപ്പോൾ ഇപ്പോൾ അവന് പനിയൊക്കെ പിടിച്ച് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ആയി കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് വെട്ടുന്നത്. കാര്യം പനിയുള്ള സമയത്ത് എനിക്ക് തല നനയ്ക്കാനും മുടി വെട്ടാനൊക്കെ പേടിയാണ്. പിന്നെ ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞതുകൊണ്ട് എന്നാൽ അവൻ്റെ മുടി വെട്ടിയേക്കാന്ന് വിചാരിച്ചു കേട്ടോ. കോൺസെൻട്രേഷൻ കളയില്ലല്ലോ കുഞ്ഞ്. അവൻ ആ മെഷീൻ തലയിൽ വെക്കുന്നത് ഭയങ്കര പേടിയാണ് കേട്ടോ. പേടിയല്ല, ഒരു ഇറിറ്റേഷൻ അവന് ഫീൽ ചെയ്യും. അപ്പോൾ അവനിത് എന്താ സംഗതി എന്നുള്ള മട്ടിൽ ഇങ്ങനെ അനങ്ങാതിരിക്കും കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അയ്യോ കൊച്ചു പേടിച്ചിരിക്കുകയാണെന്ന്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അവൻ കരയത്തൊന്നുമില്ല. അവൻ എപ്പോൾ മുടി വെട്ടാൻ പോയിട്ടുണ്ടെങ്കിലും അവൻ കരയേയില്ല. അവനിങ്ങനെ അടങ്ങിയിരിക്കും കേട്ടോ. അതെല്ലാവരും പറയാറുണ്ട്, സാധാരണ കുട്ടികൾ, ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഇങ്ങനെ കരയും, പക്ഷേ ഇവനങ്ങനെ അലമ്പൊന്നുമില്ല എന്ന്. ഇടയ്ക്ക് നമ്മൾ കടയിൽ കൊണ്ടുപോയി വെട്ടുന്ന സമയത്താണേലും അവനങ്ങനെ അടങ്ങിയിരുന്നോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ വെട്ടാൻ വരുന്ന ചേട്ടനായിട്ട് അവന് അത്യാവശ്യം നല്ല കമ്പനി ഉണ്ട്. കാര്യം എപ്പോഴും ഈ ചേട്ടൻ തന്നെ വെട്ടുക. അപ്പോൾ ആ ചേട്ടനെ കാണുന്നതന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവന് പൊതുവെ ആണുങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ ഇവിടെ ആണുങ്ങൾ അധികം കാണാത്തത് കൊണ്ടായിരിക്കും. ഇവൻ്റെ അപ്പനും എല്ലാവരും പുറത്താണ്. അപ്പോൾ ഞങ്ങൾ മാത്രം, ഇവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ടായിരിക്കും ഇവന് ആണുങ്ങളെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഈ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ചേട്ടനെ നോക്കി ചിരിക്കും, ചേട്ടനെ എടുക്കുകയൊക്കെ വേണം. അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വലിയ അലമ്പൊന്നുമില്ലാതെ മുടി വെട്ടാൻ അവന് നമുക്ക് നല്ല സഹകരിച്ച് തരും കേട്ടോ. അതുകൊണ്ട് പിന്നെ അതൊരു വിഷയമല്ല. സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. പക്ഷേ ഇവൻ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇതുവരെ ഇല്ല കേട്ടോ. ഇതുവരെയെന്ന് എടുത്ത് പറയുകയാണ്. ഇനി എന്താവുമെന്ന് അറിയില്ല. കാര്യം ഇവൻ വലുതാവും തോറും ഭയങ്കര കച്ചറയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം നമ്മളിങ്ങനെ TV ഒക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ അവന് പറ്റ മടുപ്പായി പോവും. പിന്നെ അവൻ നിലത്തിറങ്ങാനൊക്കെ വേണ്ടി അടി ഉണ്ടാക്കും. അവൻ്റെ മുടി നമ്മൾ പറ്റ വെട്ടിക്കാറില്ല കേട്ടോ. കാര്യം പറ്റ വെട്ടിക്കഴിയുമ്പോൾ ഇഷ്കുട്ടൻ ഇങ്ങനെ മെലിഞ്ഞ് ക്ഷീണിച്ചു പോയതുപോലെ തോന്നേ, മുഖമൊക്കെ ഇങ്ങനെ കുഞ്ഞിതായതുപോലെ തോന്നും. അതുകൊണ്ട് നമ്മളങ്ങനെ ഒത്തിരി മുടി അവൻ്റെ എടുക്കാറില്ല. പക്ഷേ ഇത്തവണ നമ്മൾ അത്യാവശ്യം നന്നായി തന്നെ അവൻ്റെ മുടി വെട്ടാൻ പറഞ്ഞു കേട്ടോ. കാര്യം ഡോക്ടർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായി മുടി വെട്ടിക്കളയാനേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇതാ ഇത്രയും മുടി ഇഷ്കുട്ടൻ്റെ നമ്മൾ കളഞ്ഞു കേട്ടോ മുടി. എന്നിട്ടും അത്യാവശ്യം മുടി അവിടെ നിർത്തിയിട്ടുണ്ട്. കാര്യം പറ്റ വെട്ടാനൊരു ധൈര്യം വരുന്നില്ല കേട്ടോ. യശുവിൻ്റെ മുടി മൊത്തത്തിൽ പോയി കഴിഞ്ഞാൽ യശുവിൻ്റെ മുഖം ആകെ മാറിപ്പോവേ. പിന്നെ നമ്മളിത് അവനെ ഒന്ന് കുളിപ്പിച്ചെടുത്തു. കുളിയും വെള്ളമൊക്കെ അവന് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അതിനവൻ പെട്ടെന്ന് നിന്ന് തരും. ചെറിയൊരു ജലദോഷം ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവനെ കുളിപ്പിച്ചെടുത്തേ. മുടിയുടെ ഫൈനൽ ലുക്ക് ശരിക്കും ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. കാര്യം അവൻ അപ്പോഴേക്കും ഭയങ്കര മുടി മേത്ത് കുത്തിയിട്ട് ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗ്. അപ്പോൾ ഇഷ്കുട്ടനെ ഇഷ്ടമാവുന്നവർ, നമ്മുടെ ചാനൽ ഇഷ്ടമാവുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കുട്ടി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്ക് ബൈ ബൈ.